മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രൊജക്റ്റ് ലോകം മുഴുവൻ ഈ നിസ്സാര സമയം കൊണ്ട് ഞങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ദൈവത്തോട് നന്ദി പറയുകയാണ്. അപ്പം ഇനി എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഞാനൊന്നും പറയണമെന്നില്ല. പക്ഷെ ഇനി പറയേണ്ടത് ഞാനല്ല, നിങ്ങളാണ്. കാരണം ഇത്രയും സമയം ഇവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ കവർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ? ആർക്ക് പറയാം? ഇത്രയും സമയം കൊണ്ട് എന്ത് മനസ്സിലായി? മോളുടെ പേര് ബെസ്റ്റ്. നമുക്കൊന്ന് നൗറി പറഞ്ഞ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഞാൻ പറയും അതല്ല, അതിനേക്കാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ്, അതായത് നമുക്ക് ഒന്ന് ബാക്കെടുത്ത് വാട്ട് ഈസ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട ഒന്നാണ് എന്ത്? ഹെൽത്ത് അല്ലേ? ആരോഗ്യം വേണം എല്ലാവർക്കും അല്ലേ? ആരോഗ്യമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആരോഗ്യം. 2, ആരോഗ്യം എന്ത് വേണം? പിന്നെ നല്ല ജീവിതത്തിൽ എന്ത് വേണം? സമ്പത്ത് വേണം. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? നമ്മുടെ അൾട്ടിമേറ്റ് എല്ലാവരും ലക്ഷ്യം എന്താ? ശാന്തി, സമാധാനം, സന്തോഷം. ഇത് ഏത് കടന്ന് കിട്ടും? ഈ ശാന്തി, സമാധാനം, സന്തോഷം എവിടെ നിന്ന് കിട്ടാൻ പോകുക? അതിനെന്ത് വേണം? കയ്യിൽ പണം വേണം. പണം ഉണ്ട്. അതിൻ്റെ കൂടെ എന്തും വേണം? ആരോഗ്യം വേണം. ഇപ്പം ഇവിടുത്തെ അൾട്ടിമേറ്റ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് പവറാണ്, അതായത് ആരോഗ്യം എന്ന് പറയും. 2, മണി, ദാറ്റ് മീൻസ് വെൽത്ത്. 3ാമത്തെ കാര്യം സെക്സ് എന്ന് പറയും. അതായത് നമ്മുടെ ആണിനും പെണ്ണിനും വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അത് വികാരമായിട്ടുള്ള മറ്റുള്ള എല്ലാ തരങ്ങളിലും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് അത്യന്താപേക്ഷമായ 3 കാര്യങ്ങൾ. അതായത് ബേസിക് നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ ബേസിക് നീഡ്സ് എന്താ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ ഫോക്കസ് 3 കാര്യങ്ങൾ ഇതാണ്. അപ്പൊ ഇതില് നമുക്ക് പാർക്കാൻ ചന്ദനത്തോട് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ജനുവരി 1-ാം തീയതി വയനാട് ആസ്ഥാനമാക്കി പ്രവർത്തനം തുടങ്ങാൻ പോകുന്ന ഒരു എന്താണ് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് ആണിത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അവിടെ ഒരു ദിവസം താമസിക്കാനായിട്ട് വരുന്നത് 20,000 രൂപ റെന്റാണ്. അപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്താ, നിങ്ങൾക്ക് അവിടെ ഒരു ദിവസം വന്ന് താമസിക്കാം. രാവിലെ മുതൽ പിറ്റേ ദിവസം അല്ലെ, മീൻസ് 12 മുതൽ 12 വരെ താമസിക്കാം. ഇതിന് താമസിക്കണമെങ്കിൽ എത്ര രൂപയുണ്ട്? ഇതിന്റെ വാടക 20,000 രൂപയാണ്. ഈ 20,000 രൂപ താമസിച്ചാൽ എന്താണ് നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, അതായത് 1, അവിടെ എന്തൊരു നല്ലൊരു ബെഡ്റൂം ഉണ്ട്. എന്താ ഈ ബെഡ്റൂമിന് പ്രത്യേകത? നിങ്ങൾ കാണുമ്പോൾ ഈ ബെഡ്റൂമിന് എന്താ പ്രത്യേകത? അത് ഒരു കേവ് മോഡലാണ്. ഇതിന്റെ ടോപ്പ് കംപ്ലീറ്റ് ഒറിജിനൽ ഗ്രാസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബോട്ടം എന്താ? മഡ് ഫിനിഷിംഗ് ആണ്. എന്ത് ഇതിന്റെ ഗുണം? ഇത് നമുക്ക് ഫ്രഷ് എയർ ആണ് ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ കിട്ടുന്നത്. അതായത് ഒരുപാട് അസുഖങ്ങൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മഡ് ഹൗസിൽ താമസിച്ചാൽ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഇതിന്റെ അകത്ത് ഭൂമിയുടെ അടിയിൽ തന്നെ നീന്തി കുളിക്കാൻ പറ്റുന്നൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഓക്കെ, ആരൊക്കെ കുളത്തിൽ കുളിച്ചെന്ന് ചോദിച്ചാൽ ന്യൂ ജനറേഷൻ അല്ലേ കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ടില്ല? കുളത്തിൽ പണ്ട് അല്ലേ? ഇപ്പോഴൊക്കെ എന്തായി? ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. കൊച്ചിയിൽ വല്ല കുളമൊക്കെ ഉണ്ടോ അല്ലേ? അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്തായി, ഇത് ഡെയിലി ഇത്തരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കുളിക്കാൻ പറ്റിയാലോ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇത്തരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഇതിന്റെ അകത്തുണ്ട്. അത് കൂടാണ്ട് ഈ കോമ്പൗണ്ടിൽ എന്തുണ്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, അപ്പൊ ഈ റൂം കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ 1 ഏക്കറിൽ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഏരിയ. ഓക്കെ, നെക്സ്റ്റ് അവിടെ എന്തുണ്ട്? 1 അല്ലെ വലിയ ഒരു സ്വിമ്മിംഗ് പൂൾ വേറെ കോമൺ ആയിട്ട് വേറെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളതാണ് ട്രീ ഹൗസ്. നമുക്ക് എന്ത് ചെയ്യാം? മരത്തുമ്പോൾ കയറിയിട്ട് അവിടെ ചെറിയ ഹൗസൊക്കെ ഇട്ട് അവിടെ താമസിക്കുക. അത് ഫീല് നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടി പോകണം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമ്പ് ഫയർ.
ഇന്ന് വരെ ഒരു റിസോർട്ടിലും സെറ്റ് ചെയ്യാത്ത ഒരു ക്യാമ്പ് ഫയറാണ് നമ്മളോട് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അത് കൂടാതെ സ്പാ ആൻഡ് അരോമ തെറാപ്പി. എന്തിനാ ഇതെന്തിനാ എന്തിനാ സ്പാ എന്തിനാ? ആരോഗ്യത്തിന് അല്ലേ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട്. എക്സാമ്പിള് പണ്ട് ഏതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, സായ്കുമാർ കായകൽപ്പ ചികിത്സയ്ക്ക് പോകുന്നൊരു സംഭവം. അപ്പൊ ഈ കായകൽപ്പ ചികിത്സയ്ക്ക് പോകുമ്പോൾ ആ സായ്കുമാറിനെ സുരേഷ് ഗോപി ടീമും പോയിട്ട് തല്ലി പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നുണ്ട്. എന്താ കാര്യം അറിയാം? ഈ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ 10 മുതൽ 15 വയസ്സൊരാൾ ബാക്കോട്ടേക്ക് വരുന്ന പറയാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാ അത്തരത്തിലുള്ള ഒരു പ്രകൃതിയുമായിട്ടാണ് ഇത് ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ മറ്റും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരാണ് പ്രായം കുറയ്ക്കാൻ ആഗ്രഹിക്കാത്തത്? അല്ലെ, അതോടൊപ്പം എന്തുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരുപാട് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ നമ്മൾ യൗവനം നിലനിർത്തുമ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്ത യൗവനം നിലനിർത്താൻ ആർക്കും ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലേ? ഞാനാ തരക്കാരനാണല്ലോ. ഇപ്പൊ എന്നെ കൊണ്ട് എത്ര വയസ്സ് വന്നു? എത്ര വയസ്സ് വന്നു? 42. വേറെ 30. നല്ലൊരു കയ്യിൽ കൊടുത്ത. പിന്നെ വേറെ ഒരു പറയാനുണ്ടോ വയസ്സ്? മകന്റെ കല്യാണം. ഇതേപോലെ നമുക്ക് യൗവനം നിലനിർത്തണം. എന്ത് വേണം? നമ്മുടെ കയ്യിൽ നമുക്ക് ആരോഗ്യം വേണം, സമ്പത്ത് ഉണ്ടാവണം. ഇതേപോലത്തെ പ്രായം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തൊരു പ്രത്യേകതയാണ് പാർട്ടി ഹാൾ. അവിടെ എല്ലാ ദിവസവും 5 മണി തുടങ്ങിയിട്ട് DJ മറ്റു പാർട്ടി സംബന്ധങ്ങളൊക്കെ അവിടെ അറേഞ്ച്, മെഡിറ്റേഷൻ, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വരുന്നതാണ് സൂ. അതായത് ചെറിയ ചെറിയ പക്ഷികളും മൃഗങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളെല്ലാ മനുഷ്യരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. സ്റ്റാറ്റിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നെഗറ്റീവ് എന്ന് പറയാം. അതായത് രാവിലെ നമ്മളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും, ഭൂരിഭാഗമല്ല 99% ആളുകൾ സ്റ്റാർട്ടിങ് നെഗറ്റീവ് മൈൻഡോടുകൂടി എഴുന്നേൽക്കുക എന്ന് പറയും. അപ്പൊ അതിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അതെന്താണ്? ഇവിടുത്തെ മോർണിംഗ് വൈബ് തന്നെ അത്തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നൈറ്റ് വ്യൂ മറ്റൊരു തരത്തിൽ ഒരു വലിയൊരു മലയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയും അത് കൂടാണ്ട് മറ്റൊരു പ്രത്യേകതയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അതായത് ഇവിടെ താമസിക്കുമ്പോൾ താമസിക്കുന്നവർക്ക് പച്ചക്കറി, ഫ്രൂട്ട്സ്, കോഴി, മുട്ട അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും 7 ഏക്കറിൽ ഞങ്ങൾ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ അവിടെ ഓർഗാനിക് ഫാമിങ്ങിലൂടെ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് അവിടെ വന്ന് നിങ്ങൾ 1 മാസം അങ്ങനെ താമസിച്ച് തിരിച്ചു പോരുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ കളഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു പോരാൻ പറ്റും. ഓക്കെ, പക്ഷേ 1 മാസം അവിടെ താമസിക്കുന്ന എത്ര രൂപ വേണപ്പോ? പെർ ഡേ 20,000. അപ്പൊ 1 മാസം എത്രയായി? 6 ലക്ഷം രൂപ. ഇനി അവിടെ മറ്റെന്തുണ്ട്? അവിടെ 1460 ചന്ദനമരങ്ങൾ. എന്താ ചന്ദനമരങ്ങളുടെ ഗുണം? അരിശുദ്ധ പറഞ്ഞില്ലേ? ഓക്സിജൻ. അതായത് ഇവിടെ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. കാരണം എന്ത് കിട്ടാണ്ട? ഓക്സിജൻ കിട്ടാണ്ട് അല്ലേ? ഈ ഓക്സിജൻ ആ ഒരു പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഓക്സിജൻ ഇവിടെ പ്രദാനം ചെയ്യുന്നുള്ളതാണ് അടുത്തൊരു പ്ലസ് പോയിന്റ്. അപ്പൊ ഇവിടെ താമസിക്കാൻ പോണത് ശരിക്കും ആരാന്നറിയോ? ആരാ? നിങ്ങൾ പോയി താമസിക്കോ? ആർക്കും ഇഷ്ടപ്പെട്ട താമസിക്കാൻ ഒരു സംഭവമുണ്ട്, ഇഷ്ടമുണ്ട് അല്ലെ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് ദാസ. എന്താണ്? കാശില്ല അല്ലെ? അവിടെ താമസിക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ എന്തില്ല? 20,000 രൂപ കൊടുത്ത് 6 ലക്ഷം കൊടുത്ത് ആരെങ്കിലും താമസിക്കുമോ? പക്ഷെ ഒരു 5 വയസ്സ് കുറയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അപ്പോൾ എന്തുണ്ട്? ഇന്ന് നമ്മുടെ എല്ലാവരും അവസ്ഥ എന്താ? ഇത് ശരിക്കും താമസിക്കുമ്പോൾ ആരാ ശരിക്കും അങ്ങനെയാണെങ്കിൽ? നിങ്ങളല്ലെങ്കിൽ ആരാ? പേര് ശംസുദ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് താമസിക്കും? ആര്? വിദേശി അല്ലെ? അറബ്സ് വരുന്നു, യൂറോപ്യൻസ് വരുന്നു. അവരോട് താമസിച്ച് അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ന് ഫോറിനേഴ്സൊക്കെ 100 വയസ്സിനുള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം എന്താ? അവര് 60 വയസ്സിൽ ജോലി ചെയ്ത് പിന്നെ റിട്ടയർമെന്റിലേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാ. നമ്മളോ 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ കാലിന്റെ വിളിയും കാത്തിരിക്കുക.
ശരിയല്ല? നമ്മുടെ പണി എന്താ? എപ്പോഴാണോ വിളിക്കണേ? അല്ല 60-65 വയസ്സ് കഴിഞ്ഞൊഴിക്ക് എന്താ പരിപാടി? എപ്പോഴാണോ അറിയില്ല തെക്കോട്ടൊക്കെ എടുക്കുക, അല്ലെ? ഈ ചിന്തയോട് കൂടി ഇവിടുത്തെ ആളുകൾ ഇരിക്കണം. ശരിയല്ലേ? കാരണം എന്താ? നമ്മുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സമ്പത്തില്ല. എക്സാമ്പിള്, ഇവിടെ ഇരിക്കുന്ന ഏതൊരു സ്ത്രീകളോടും ചോദിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം? മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അല്ലെ? 20-25 വയസ്സ് കഴിയുമ്പോൾ അവര് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കെട്ടിച്ചയക്കും. പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കണേ? അപ്പൊ ജീവിക്കാൻ പണുണ്ടോ? ഉണ്ടാക്കുന്ന പൈസക്ക് ആര് കൊടുക്കും? ചോര നീരാക്കി മക്കളെ പഠിപ്പിക്കും, മക്കളെ കെട്ടിച്ചയച്ചിട്ട് അവസാനം എന്ത് പറ്റി? നിങ്ങളുണ്ടാവും, നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ജീവിക്കണ്ട. പുതിയ കണക്കാ വന്നേക്കണേ, കേരളത്തില് ഒരു ശരാശരി മനുഷ്യൻ 100 വയസ്സിന് മേലെ ജീവിച്ചിരിക്കുന്നു. അറിഞ്ഞോ? തെക്കോട്ട് കിടക്കുന്ന എത്ര കഴിയണം? എത്ര കഴിയണം നീ, അല്ലേ? ഇനി എത്ര വർഷം ഇവിടെ നിൽക്കണം നമ്മള്? പെട്ട് കേരളത്തിൽ ജനിച്ചാൽ ഒരു പടൽ പെട്ട് എന്താണ് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുന്ന പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ ഗുണം? നമ്മൾ മക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നമുക്ക് 60-65 വയസ്സ് ഉള്ളതൊക്കെ വിട്ടുപെറുക്കി ആര് കൊടുക്കും? മക്കൾക്ക് കൊടുക്കും. പിന്നെ 35 കൊല്ലം എങ്ങനെ ജീവിക്കും നമ്മള്? 2 ഓപ്ഷൻസേ ഉള്ളൂ അതിന്. ഒന്ന്, നമുക്ക് എന്ത് വേണം? അതിന് വേണ്ട സാധനത്തിന്റെ പേരാണ് സമ്പാദ്യം. എന്താണ്? വെൽത്ത്, സമ്പത്ത്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പുണ്ട്, അല്ലെ? ഇപ്പൊ ഉള്ളത് അതിന് ഉണ്ടാക്കുന്ന പണക്ക് ആര് കൊടുത്തു? മക്കൾക്ക് കൊടുത്ത് നമ്മൾ പോകണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ ഒരു റിസോർട്ട് നിങ്ങളുടെ സ്വന്തമാണെങ്കിലോ കഥ മാറി. നിങ്ങൾ താമസിക്കേണ്ട, നിങ്ങൾ അവിടെ ഇവിടെ തന്നെ ഇരുന്നോ. പക്ഷെ നെക്സ്റ്റ് അപ്പൊ നമുക്ക് നോക്കേണ്ടത്, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ താമസിക്കുമ്പോൾ ഇപ്പൊ കമ്പനിയുടെ ലോഞ്ചിങ് ഓഫറായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് 20,590 രൂപയുടെ ഒരു ഗിഫ്റ്റ് കൂടെ കമ്പനി തരാണ്. എങ്ങനെ? ക്ലിയറായില്ല? അതായത് എന്ന ഉദ്ഘാടനം ഇതിന്റെ ജനുവരി 1-ാം തീയതി. പക്ഷെ ജനുവരി 1-ാം തീയതി അവിടേക്ക് താമസിക്കും വരുമ്പോ എത്ര റെന്റ് കൊടുക്കണം? 20,000 രൂപ. പക്ഷേ ജനുവരി 1-ാം തീയതിക്ക് മുമ്പ് ഇത് നിങ്ങൾ ഇതിന്റെ അക്കോമഡേഷൻ പാസ് വാങ്ങുകയാണെങ്കിൽ എന്ത് ഫ്രീ കിട്ടും? 20,590 രൂപയുടെ ഒരു വെൽനസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഒരുപാട് അസുഖങ്ങൾക്ക് അല്ലെ പ്രിവെന്റ് ചെയ്യാനുള്ള അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, അല്ലെ? മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള 2 സാറന്മാരാണെങ്കിൽ 2 പേരും അതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കും. നിങ്ങൾ വിൽക്കാം. അപ്പൊ എന്തുണ്ട്? പാസ് കയ്യിൽ ഫ്രീ. ഉദാഹരണം പറയണ്ട. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസം അവിടെ ഫ്രീ ആയിട്ട് വന്ന് താമസിക്കാം. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് അവിടെ താമസിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓണർക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയാലോ. ഈ ഓണർക്ക് ഒരു മാസം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓണർക്ക് ഇത് ഞങ്ങൾ പറയുന്നത് ഇതൊരു പൊന്മുട്ടയിടുന്നൊരു താറാവാണ്. എന്താ താറാവിന്റെ ഗുണം? എല്ലാ മാസവും ഈ താറാവ്, ഈ റിസോർട്ട് എന്ന് പറയുന്ന താറാവ് എത്ര മുട്ടയിടും? പെർ ഡേ 20,000 രൂപ വെച്ചൊരു മാസം എത്രയായി? 6 ലക്ഷം രൂപയുടെ മുട്ട ഇടും, അല്ലെ? അതിനെന്ത് ചെയ്യും? ഈ താറാവിനെ നോക്കി വളർത്തുന്നതിന് കമ്പനി 20% കിട്ടും. നോട്ട കാശ് തരൂലേ? വേണ്ട, നിങ്ങൾ റിസ്ക് എടുക്കണ്ട, ഞങ്ങൾ നിർത്തോളാം. ഓക്കെ, ഈ അതിൽ നിന്ന് 20% എത്രയായി? 6 ലക്ഷം. 20% 1,20,000 രൂപ കമ്പനി എടുക്കും. ഓക്കെ, പിന്നെ അവിടെ അതിന്റെ ടാക്സും അതിന്റെ മറ്റേ ക്ലീനിങ് ചാർജ് എല്ലാം കൂടി 80,000 പോയ ബാക്കി എത്ര കയ്യിൽ കിട്ടും? 4 ലക്ഷം രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ക്ലിയർ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഇത് കിട്ടുമെങ്കിൽ 4 ലക്ഷം രൂപ വെച്ച് ഒരു കൊല്ലത്തിന് കിട്ടും. ഒരു കൊല്ലത്തിലായി 48 ലക്ഷം രൂപ. 10 കൊല്ലത്തിലായി 10 കൊല്ലത്തിലായി 4,80,00,000 രൂപ, അല്ലെ? 4,80,00,000 രൂപ കിട്ടുന്ന ഈ അസറ്റ്, അല്ലെ, നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കണമെങ്കിൽ എന്ത് വേണം? കയ്യില് 85 ലക്ഷം രൂപ വേണം. അപ്പൊ 85 ലക്ഷം മുടക്കി എന്ത് കിട്ടും? 4,80,00,000 രൂപ, അല്ലെ? 4,80,00,000 രൂപ പെർ മന്ത്. 4 ലക്ഷം രൂപ വെച്ച് ഒരു അക്കൗണ്ടിൽ വരും. അതായത് ഇവിടെ ഇപ്പോ എത്ര മക്കളുണ്ട്? 2 പേര്. എത്ര പഠിക്കണം?
മോള് കല്യാണം കഴിഞ്ഞു, +1 പഠിക്കണം അല്ലേ? നമ്മുടെ എല്ലാ മോള് കല്യാണം കഴിഞ്ഞ് പോയി. അതായത് നമ്മുടെ എല്ലാവരും ആഗ്രഹമാണ് നമ്മളെ മക്കള് നമ്മളെ കൂടെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യും? ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ജോലി തേടി വിദേശങ്ങളിലേക്ക് എവിടെയെങ്കിലൊക്കെ പോകും. പക്ഷേ നമ്മളെ മക്കളെ നമ്മളെ കൂടെ നിർത്തണമെങ്കിൽ എന്ത് വേണം? അതിന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പഠിപ്പിച്ച് നല്ല ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ നല്ല പ്രൊഫഷണൽ ഉള്ള ഒരു കരിയർ പിന്തുണക്ക് നമ്മളെ കൂടെ പറ്റണം. എന്താ നമ്മുടെ മക്കൾ നമ്മളെ കൂടെ നിൽക്കണമെങ്കിൽ എന്നും നിൽക്കണം. എന്ത് വേണം? അവർക്ക് നല്ലൊരു പ്രൊഫഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്തിനാ? അവർ നമ്മളെ കൂടെ എന്നും നിൽക്കാൻ വേണ്ടി, നല്ല മക്കളെ കിട്ടാൻ വേണ്ടി. അങ്ങനെ അത് കിട്ടണമെങ്കിൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പണം വേണം. എത്ര വേണം? ഒരു വർഷം ഒരു ശരാശരി മനുഷ്യൻ നല്ല രീതിയിൽ മക്കളൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാസം ഒരു വർഷം 40 ലക്ഷം രൂപ. അപ്പൊ ഒരു മാസം എത്രയായി? 3,33,333 രൂപ നിങ്ങൾ പെർ മന്ത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. കല്യാണം കഴിയാത്തത് നിങ്ങൾ ആശ്രയിച്ചോ? അത് ഉണ്ടാക്കിയിട്ട് കിട്ടിയാൽ മതി. മൂത്ത് പറിച്ചു പോകുള്ളൂ അല്ലേ? അതായത് 3,33,333 എപ്പം ഉണ്ടാക്കാൻ പറ്റും അന്ന് നിങ്ങൾക്ക് പെണ്ണ് കേട്ടാം. കാരണം എന്താ? നല്ല മക്കൾ ആ രീതിയിൽ വളർത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരെന്നും മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ചോദിക്കാം, മക്കളുടെ ഒരാൾ സാർജയിൽ, ഒരാൾ അമേരിക്കയിൽ, എന്നിട്ട് കഴിഞ്ഞു, അവര് പോയി. ശരിയല്ലേ? അവര് പോയി കഴിഞ്ഞു. എന്നേക്കുമായി വല്ലപ്പോഴും വന്നു ഇടയ്ക്ക് വീഡിയോ കോൾ കാണാം. ശരിയല്ലേ? ചിലര് പോയി, എന്റെ മക്കളങ്ങ് അമേരിക്കയാണ്, എന്നിട്ട് അവര് പോയിന്നേ. നമ്മളെ നോക്കി വളർത്തിയ മക്കൾ എവിടെ? അപ്പൊ അവർ എന്നും നമ്മുടെ കൂടെ അല്ലെ എന്നും നിൽക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ എമൗണ്ട് മാസം ഇത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി സെറ്റപ്പ് ആക്കാൻ പറ്റും. ഇപ്പൊ എന്താ കുഴപ്പം? എത്ര സ്പോട്ടിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കണേ? ഇപ്പൊ ഒരു മാസം നിങ്ങൾ ഇൻകം എത്രയുണ്ട്? നിങ്ങളുടെ ഇൻകം എത്രയുണ്ട്? ആ അതിന് 3,33 കുറച്ച് എത്ര ഷോട്ടുണ്ട്? ക്ലിയർ ആയില്ല. 3,33,330 വേണം. ഇപ്പൊ എത്ര കിട്ടുന്ന മാസം? എത്രയുണ്ട്? 3 ലക്ഷത്തിന് ഒരു മാസം വേണം. ഇപ്പൊ എത്ര മാസം കിട്ടുന്നുണ്ട്? ദേവി 1 ലക്ഷം കിട്ടുന്നത്. ബാക്കി എത്ര ഷോട്ടിലെ പോണേ? 2,33,000 അല്ലെ? അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ഓപ്ഷൻ നിങ്ങൾക്ക് മാസം ഈ പറഞ്ഞ എമൗണ്ട് കിട്ടണോ? വർഷം 40 ലക്ഷം വേണോ? 2 ഓപ്ഷൻ. ഒന്ന്, വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് വാങ്ങിയിടാം. എങ്ങനെ? 85 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയാൽ എങ്ങനെയുണ്ട്? എത്ര കിട്ടും? 4 ലക്ഷം രൂപ. എത്ര ഓവർടേക്ക് ചെയ്തു? 4 ലക്ഷം രൂപ 3,30 ഓവർടേക്ക് 4 ലക്ഷം രൂപ പെർ മന്ത് വരുമാനം കിട്ടും. ഒരു കൊല്ലം എത്രയായി? 42 ലക്ഷം രൂപ. നമുക്ക് എത്ര മതി ഒരു കൊല്ലത്തിന്? 40 മതി. 8 ലക്ഷം എക്സസ് ആണ്. ക്ലിയർ? പക്ഷേ ഇത് വാങ്ങാൻ എത്ര കയ്യിൽ വേണം? 85 ലക്ഷം രൂപ. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കടങ്ങളുണ്ട്. ശരിയല്ലേ? ഈ 3 കാറ്റഗറി ഉണ്ടല്ലോ. 1 കടലുള്ളവർ, 2 ആഗ്രഹ സ്വപ്നങ്ങളുള്ളവർ. ഇതെല്ലാം ഫുൾഫില്ല് ചെയ്യണം. എന്ത് വേണം? ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി ചെയ്തിട്ട് വല്ല കാര്യമില്ല. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി തന്നെ 10 കൊല്ലം ചെയ്ത് മുന്നോട്ട് പോയാലും, എക്സാമ്പിൾ യൂസഫ് അലിക്ക, നല്ല മനുഷ്യൻ, ഇന്ന് 62,000 പേർക്ക് തൊഴിൽ കൊടുത്ത വലിയ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ഇന്ന് കേരളത്തിലെ കോടീശ്വരനായപ്പോ 62,000 തൊഴിലാളികളെ സൃഷ്ടിച്ചു. ഈ തൊഴിലാളികൾ എന്ത് നേടുവര് എന്ന് പറഞ്ഞ് 30,000 50,000 വെച്ചാൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് നേടും? അവരെന്താവും ജീവിതത്തിൽ എന്ന് പറഞ്ഞു? അവരവസ്ഥ എന്താ ചെയ്തെന്ന് പറഞ്ഞ് 62,000 പേരെ ഭാവിയല്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല കേട്ടോ. അവരുടെ ഭാവി എന്താണ് പറയുമെന്താ? ലുലുവിലെ ജോലിയാണ്, അല്ലെങ്കിൽ പിട്ടാപ്പിളിയിലെ ജോലിയാണ്, അല്ലെ? ഞാൻ ദുബായിലാണ്. എന്നിട്ട് എന്താ നിങ്ങൾക്ക് ജോലിക്ക് പോയില്ലോ? ഒറ്റ കണ്ടീഷൻ, 3,33 നേടണം. പറ്റുമോ? അതിനുള്ള എന്തുണ്ട് ഇപ്പൊ നിങ്ങൾക്ക്? അതിനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതാ പറഞ്ഞ മക്കൾ എന്ത് ചെയ്യണം? ആ രീതിയിലേക്ക് വളർത്തി നല്ല ഡോക്ടറോ പ്രൊഫഷണൽ ഉള്ള ബിസിനസ് അങ്ങനെ മാറ്റി എടുക്കണമെങ്കിൽ നമ്മൾ പൈസ ഇറക്കണം. ഇപ്പോഴത്തെ അവസ്ഥ കാരണം എന്താ? ഇപ്പം നിങ്ങളുടെ അവസ്ഥക്കാരൻ എന്താ? നിങ്ങളുടെ അച്ഛനമ്മയാണ്. കാരണം അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. റൈറ്റ്? അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും പണമില്ല. അച്ഛനെന്ന് പറഞ്ഞു, മോളെ പഠിച്ച് ജോലിക്ക് പോകും. നമ്മളും പോയി അച്ഛൻ്റെ പോലെ തന്നെ.
നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ മക്കളോടും പറഞ്ഞു. അപ്പൊ എന്തായി? അവരും ജോലിക്ക് പോകും. അപ്പൊ എന്ത് പറയും? എന്റെ അച്ഛൻ ദരിദ്രൻ, ഞാനും ദരിദ്രൻ, എന്റെ മക്കളും ദരിദ്രൻ. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ എന്ത് വേണം? ഒരു ചേഞ്ച് നിങ്ങളായിട്ട് ചേഞ്ച് കൂടെ. എന്താണ്? എന്റെ കുടുംബത്തിൽ എത്ര കോടീശ്വരന്മാരുണ്ട്? നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര കോടീശ്വരന്മാരുണ്ട്? എത്ര പേരുണ്ട്? ആരുമില്ല. അതുകൊണ്ട് എന്താവും? നിങ്ങളെ മക്കളോ തന്നെ ഒരു ചിന്തക്ക് വ്യത്യാസം വരുത്തിയാലോ? ഇന്ന് മുതൽ ഞാൻ വ്യത്യാസം വരുത്താൻ പോകും. എന്ത്? എന്റെ കുടുംബത്തിലെ കോടീശ്വരൻ ഞാനാ എങ്കിൽ എന്റെ മക്കൾ എന്താവും? അവരെ അതേ രീതിയിൽ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ 48 ലക്ഷം രൂപ കിട്ടുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 85 ലക്ഷം രൂപ കൊടുത്ത് ഇത് വാങ്ങാം. വാങ്ങിയാൽ 48 ലക്ഷം വെച്ച് മാസം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ചോദിക്കും എങ്ങനെ? അറിയണ്ട അല്ലെ? എങ്ങനെയൊന്നും മനസ്സിലായില്ല. 6 ലക്ഷം രൂപ വെച്ച് വാടക കിട്ടിയാൽ ചെലവ് കഴിച്ച് 4 ലക്ഷം കിട്ടിയ ബാക്കി എന്ത് കിട്ടി? ഓക്കെ. അതിന് പുറമെ എന്തുണ്ട്? അവിടെ 14 ചന്ദനമരങ്ങളുണ്ട്. എന്താ ചന്ദനമരങ്ങള്? ഇന്ന് ലോകത്തിൽ ഏറ്റവും വില കൂടിയ മരം കേട്ടില്ല? ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് 1 കിലോയ്ക്ക് 8 ലക്ഷം രൂപ. ഇന്ന് ലോകത്തില് ഹൈ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ 2000 ടൺ പ്രതിവർഷം ആവശ്യമുള്ള ആ വൃക്ഷത്തിന്റെ പേരാണ് ചന്ദനം. ഇത് വളരാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. ആലപ്പുഴയില്ല, കോട്ടയില്ല, എറണാകുളമില്ല. അത് വളരാനുള്ള സാഹചര്യം ഇന്ന് 3 ജില്ലയിലുള്ളൂ. അത് ഇടുക്കിയും പത്തനംതിട്ടയും വയനാടുമാണ്. നമ്മുടെ നാട്ടിൽ നട്ടാൽ മരം മാത്രം കിട്ടും, വില കിട്ടില്ല. അങ്ങനെ കിട്ടുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയുള്ള സ്ഥലമാണ് വയനാട് പുൽപ്പള്ളി മേഖല. എന്തുകൊണ്ട് റിസോർട്ട് അവിടെ തുടങ്ങി? റിസോർട്ടിന്റെ വരുമാനം കിട്ടും. ഈ മരങ്ങൾ ഇതിന്റെ ഇടയിൽ താമസിക്കുമ്പോൾ ഫ്രഷ് എനർജി കിട്ടുന്നു. അതിന് കഴിഞ്ഞ് ചന്ദ്രൻ 10 മുതൽ 15 കൊല്ലം കഴിയുമ്പോൾ ഗവൺമെന്റ് മുറിച്ചുകൊണ്ട് പോകുമ്പോൾ കിട്ടുന്നത് നമുക്ക് 2 കോടി മുതൽ 4 കോടി രൂപ വരെ. അപ്പൊ എത്ര കിട്ടി? 10 കൊല്ലം കൊണ്ട് എത്ര കിട്ടി? വാടക 4 കോടി മറന്നു. 10 കൊല്ലത്തിൽ കിട്ടി 4 കോടി 80 ലക്ഷം. 15 കൊല്ലം കൊണ്ട് ചന്ദ്രമർദ്ദത്തിന് എത്ര കിട്ടി? പറഞ്ഞു 4 കോടി പിടിച്ചു. അപ്പൊ എത്രയായി? 8 കോടി 80 ലക്ഷം രൂപ. ഇത് സ്വന്തമാക്കാൻ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പണിക്കും പോണ്ട, പണി ഞങ്ങെടുത്തോളാം. അതായത് ഇവിടെ പറയണത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ? ഓപ്പണായി പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കരുത്. സീരിയസ്ലി. പണ്ട് കാരണന്മാർ എന്താ പറഞ്ഞ്? എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാൻ മാത്രമേ പറ്റൂ. എന്ത് വേണം? പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം? പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം? അതായത് ഈസി ആയിട്ടാണ് പണം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വേണം പൈസ ഉണ്ടാക്കേണ്ടത്. എങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട? എന്തിന്? അല്ലേ? കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയ കുറച്ച് പൈസ അല്ലേ? നമ്മൾ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കിയാലോ? കുറെ പൈസ. എങ്ങനെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാം? ബിസിനസ് വേണം, ജോലിക്ക് വേണം, കഷ്ടപ്പാടാ. കുറച്ച് പൈസ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാം? നിങ്ങളൊരു ജോലിക്കാരനായിരുന്ന കുഴപ്പം എന്താണെന്നറിയോ? കുറച്ച് പൈസ കൂടുതൽ ആളുകൾ ഉണ്ടാക്കാം. ബിസിനസ്സുകാരനാണെങ്കിലോ കൂടുതൽ പണം കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാം. അതിനെന്ത് വേണം? കയ്യിൽ ദുട്ട് വേണം. മാത്രമല്ല എന്ത് വേണം? അവിടെ ആ ബിസിനസ് നിങ്ങൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത്? പണിക്കും പോണ്ട, ബുദ്ധി വേണ്ട. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇൻവെസ്റ്റ് ആര് പണിയെടുക്കും? അതിന്റെ അതോറിറ്റി പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. പക്ഷെ എന്ത് വേണം? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയേണ്ട കാര്യമാണ് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നത്? അതിന്റെ വഴി എന്താണ്? അത് കറക്റ്റ് അറിയണമല്ലോ. ഞാൻ പറയാണ് 1 വെച്ചാൽ 10 26 25 വർഷത്തെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ എനിക്ക് പൈസ 1 വെച്ചാൽ 10 അല്ലെ? അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കി 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ 5 കൊല്ലം 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ പേർക്ക് 1 ലക്ഷം തരും. ക്ലിയർ? പക്ഷെ നിങ്ങൾ നോക്കേണ്ട എന്താ? 10 ലക്ഷത്തിലേക്കല്ല, 1 ലക്ഷം രൂപ സേഫ് ആണോ? നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട് സേഫ് ആണോ? ഇന്ന് പല സ്കാമുകളും നടക്കുന്നുണ്ട്. എന്താ കുഴപ്പം? എന്ന് നോക്കില്ല. എന്താ നോക്കാത്ത?
ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സേഫ് ആണെന്ന് ആരും നോക്കാറില്ല. അപ്പൊ എന്ത് പറ്റും? ബിരുദന്മാര് പൈസ കൊണ്ടുപോകും. അപ്പൊ ഇന്ന് ലോകത്തില് സേഫായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ഇൻഡസ്ട്രികൾ അറിയാം. ഏതാണ്? രണ്ട് ഇൻഡസ്ട്രി. നിങ്ങൾ ഇറക്കിയ പൈസ സേഫ് ആകും, കിട്ടുന്ന ലാഭമാവും. ഏതാണെന്നറിയാം? രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് ഗോൾഡ്, സ്വർണം മേടിച്ച് കയ്യിൽ വെക്കാം അല്ലേ? മോഹൻലാൽ എന്ത് പറഞ്ഞു? സ്വർണം വീട്ടിൽ വെച്ചിട്ടെന്തിനാ? അത് മണപ്പുറത്തിന്റെ പരസ്യം. ഞാനെന്ത് പറയും? സ്വർണം മേടിച്ച് വീട്ടിൽ വെക്ക്. കാരണം എന്താ? 6 മാസങ്ങൾക്ക് മുമ്പ് 50,000 രൂപ ഒരു പവർ ഉണ്ടായിരുന്ന സാധനം എത്രയായി? 90,000 അല്ലേ? എത്ര വർദ്ധനവ? ഒരു 100 രൂപ സ്വർണം മേടിച്ച് 6 മാസം വെച്ചപ്പോ എത്രയായി? എന്താ മേടിച്ചില്ല? നിങ്ങളുടെ കയ്യിൽ കാശില്ല. എന്താ കാശില്ലാത്ത? നിങ്ങളുടെ കാരണന്മാർ പഠിപ്പിച്ചില്ല. ശരിയല്ലേ? അല്ലേ? ഇനി അതും പറഞ്ഞ് നിങ്ങൾ മക്കൾ അതുപോലെ വരുത്തിക്കൊണ്ടോ? അതും അവരങ്ങനെ. ശരിയല്ലേ? അപ്പൊ എന്ത് വേണം? ഒറ്റ കാര്യങ്ങൾ ചെയ്യാൻ. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാം. ഇന്ന് ഗുണമെന്താ? സ്വർണത്തിന്റെ വില കൂടാൻ കാരണം സ്വർണ്ണ ഡിമാൻഡ്, മൈനിങ് വേണ്ടത്ര ഇത് നടക്കുന്നില്ല, കുഴിച്ചിട്ട് സാധനം കിട്ടുന്നില്ല. സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനം 96 ലക്ഷം ഏക്കറാണ് ടോട്ടൽ വിസ്തീർണം. ഇനി കേരളത്തിൽ വിൽക്കാണ്ട് 10 ലക്ഷം ഏക്കർ സ്ഥലം മാത്രം ബാക്കിയുള്ളൂ. 10 ലക്ഷം. ഇതിപ്പോ കഴിയുന്നത് 10 ലക്ഷം ഏക്കർ എന്ന് പറയുമ്പോ. കാരണം എന്താ? ജനസംഖ്യ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ആരാ? ഇന്ത്യ. നമ്മുടെ ആരാ കാരണക്കാര്? നിങ്ങൾ തന്നെ. നല്ലത് കൈ കൊടുത്ത് എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ട് ആ സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയല്ലേ? അല്ല, അതെങ്കിലും നമ്മൾ പൊളിച്ചില്ലേ? അല്ലെ? പക്ഷേ അപ്പോ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആര് കൂടുന്നില്ല? ഇവിടെ ഭൂമി കൂടുന്നില്ല. അല്ലെ? അപ്പൊ ഇത് എന്ത് ചെയ്യാം? ഇതില് നമുക്ക് ഭദ്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ? ഡിമാൻഡ്. അല്ലെ? ഡിമാൻഡ് കൂടുമെന്ന് പറ്റും. ഡിമാൻഡ് കൂടുമ്പോ വില കൂടും. അപ്പൊ 10 കൊല്ലം ഇവിടെ എന്ത് സംഭവിക്കും? സ്വർണത്തിന്റെ വില, ഭൂമിയുടെ വില തൊടാൻ പറ്റില്ല. ഭൂമി സ്ക്വയർ ഫീറ്റിലേക്ക് ഇപ്പൊ തന്നെ മാറി. കൊച്ചിയിൽ പല സ്ഥലത്തും സ്ക്വയർ ഫീറ്റ്. UP, ബാംഗ്ലൂർ, ബോംബെ ടൗണില്, മെട്രോ സിറ്റിയില് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമിക്ക് 3 ലക്ഷം രൂപ. ഒരു സെന്റ് എന്ന് പറയുമ്പോൾ 430 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 36 കോടി രൂപ ഒരു സെന്റിന്. ഇത് നാളെ കേരളത്തിലാവും. ഇപ്പൊ 5 സെന്റ് ഭൂമി വാങ്ങിയിട്ട് എന്താ ഗുണം? 10 കൊല്ലം കഴിയുമ്പോ 10 ഇരട്ടി വിലക്ക് വിൽക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഒരു റിസോർട്ട് 85 ലക്ഷക്ക് വാങ്ങിയ 10 കൊല്ലം എന്ത് കിട്ടി കയ്യില്? 10 കൊല്ലം കഴിയുമ്പോ 4,80,00,000 രൂപ റെന്റും കിട്ടി, 4 കോടി സെൻട്രൽ വീട്ടിൽ നിന്ന് കിട്ടി. നിറച്ച് വിറ്റാലോ? എങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് ജോലി ചെയ്യാൻ മാത്രം അറിയുള്ളെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലെ പൈസയെ പണിക്ക് വിടാം. അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങാം. അത് നമുക്ക് തൽക്കാലം വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം? അതിന് അല്ലെ അറിവുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് ഇത് ചെയ്യാം. അപ്പൊ ഇത് ചോദിക്കാൻ പോകാ, ഇതൊരു ഇതൊരു 15 കൊല്ലത്തെ കണക്ക് ഞാൻ 15 കൊല്ലം വെറും 30, അതായത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതായത് 15 കൊല്ലം 3 ലക്ഷം വെച്ച് കൂട്ടി 3 ലക്ഷം രൂപ. ഞാൻ 4 കൊല്ലം നേരത്തെ അല്ലെ 3 ലക്ഷം വെച്ച് കിട്ടിയാൽ 5 കോടി 40 ലക്ഷം രൂപ 15 കൊല്ലം കൊണ്ട്. 15 കൊല്ലം സാലറി കൊണ്ട് നിഗം 9 കോടി 35,20,000 രൂപ. ടോട്ടൽ ഏറ്റവും ചെറിയ കണക്കാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. പക്ഷേ അടുത്ത നിങ്ങളുടെ സംശയം എങ്ങനെ അല്ലെ? നെക്സ്റ്റ്, അതായത് ഹൗ ക്യാൻ ഐ ഏൺ? ഇതെങ്ങനെയാണ് എനിക്ക് നേടാൻ പറ്റുന്നത്? വാടക കിട്ടുമോ? എങ്ങനെ കിട്ടും? എങ്ങനെ വാടക കിട്ടാം? എങ്ങനെ വാടക കിട്ടുള്ളൂ? എന്നെ വിളിച്ചപ്പോ എന്നും പറഞ്ഞ വിളിച്ച? ആരും പറഞ്ഞ വിളിച്ച? എന്നെ വിളിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞു? ആരാ ഞാൻ? കമ്പനിയുടെ MD ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ ട്രേഡ് കമ്മീഷണറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ ട്രേഡ് കമ്മീഷനാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് 28 സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, 20 എംബസിയുമായിട്ടുള്ള കണക്ഷൻ. എന്തിനാ കമ്മീഷനായത്? അവിടെ കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല. ഈ സാധനം അവിടെ കൊണ്ടുവരുന്നു. ക്ലിയറായോ? അല്ലാതെ നിങ്ങൾ ഒരു താമസിക്കുമെന്ന് വിചാരിച്ച് വെല്ലം നടക്കുമോ? സഫ്രിക്ക
നിങ്ങൾ ഒരു പ്രതീക്ഷയല്ല നിങ്ങളെ കുറിച്ച്. പ്രതീക്ഷ എവിടെയാണ്? അങ്ങ് 7-ാം കടലിനക്കരെ. അവിടെ പോവുകയും ചെയ്യും, അവിടെ കൊണ്ടുവരികയും ചെയ്യും, അവരിവിടെ വന്ന് 2-3 മാസം താമസിക്കുകയും ചെയ്യും. ഇല്ലേ? കോവളത്ത് പോയില്ലേ? കോവളത്ത് എന്തിനാ കോവളത്ത് പോയത്? ഇവിടെ വിദേശീയർ എന്തിനാ കോവളത്ത് വരണേ? വിദേശീയര് എന്തിനാ വിദേശീയര് കോവളത്ത് വന്നിട്ട് അണ്ടർവെയറൊക്കെ ഇട്ട് എന്തിനാ കിടക്കുന്നത്? അവർക്ക് വിറ്റാമിൻ ഡി, സൺബാത്ത് കിട്ടാൻ വേണ്ടി അല്ലേ? നീ എന്തിനാ കോവളത്ത് പോയത്? അവരെ കാണാൻ. ശരി, നമ്മളെ കാണാൻ. അവരെന്തിനാ വന്നേ? അവർക്ക് വിറ്റാമിൻ ഡി കിട്ട സൺബാത്തിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെ, അതുകൊണ്ട് അല്ലെ പറഞ്ഞു വന്നത് എന്താ? ഇതേപോലെ വിദേശം എന്ത് ഫ്രഷ് എനർജി കിട്ടാൻ അല്ലെ, അവർക്ക് പവർ കിട്ടാൻ, അവർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി എവിടെ വരും? ലോകത്തില് ഇന്ന് ഒരേ ഒരു സ്ഥലത്ത് എന്ത് വരുന്നുള്ളൂ? നമുക്ക് പാർക്കാൻ ചന്ദ്രൻ. ഇത് വേറെ എവിടെ ഇല്ല. ഇത് വാടക കിട്ടുമോ? കിട്ടൂലേ? ശരി, ഞാൻ പറഞ്ഞ വിദേശികൾ പോട്ടെ, നോക്കാം എങ്ങനെ അടുത്ത് നോക്കാം. അതായത് ഇവിടെ മൊത്തം 108 റിസോർട്ടുകളാണ് നമ്മൾ 2026 ഡിസംബറിനുള്ളിൽ പണി തീർക്കാൻ വേണ്ടി പോകണം. ഇതില് 32 2025 ഡിസംബറിലേക്ക് പണി തീർന്നത്. ഇത് ഞങ്ങള് ജനുവരി 1, 2026 ലോഞ്ച് ചെയ്യാൻ പോയ പ്രൊജക്റ്റാണ്. അന്ന് മുതൽ ഈ 32 പതുക്കെ തുടങ്ങാനൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെയുള്ള ഞങ്ങളെ കൂടെ നിൽക്കുന്നവർ എന്ത് ചെയ്തു? ഇത് പണി തീരും മുമ്പ് 31 വിറ്റ് തീർത്തു. 31 വിൽക്കാനില്ല, 31 കംപ്ലീറ്റ് ചെയ്തു. അതായത് ഡിസംബറിലേക്ക് ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. ഒരെണ്ണം 85 ലക്ഷം രൂപയുടെ ഒരെണ്ണം ഇനി ബാക്കിയുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതോ? ബാക്കിയുള്ളത് മാർച്ചിലേക്ക് ഫിനിഷ് ആവും. അത് നിങ്ങൾക്ക് ഏപ്രിൽ മാസം മുതൽ റെന്റ് കിട്ടി തുടങ്ങും. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് വാങ്ങി എന്ത് ഗുണം കിട്ടും? പറഞ്ഞുതരാം. അതായത് 32 റിസോർട്ട് സൂക്ഷിച്ചിരുന്നു. പറ്റുന്ന കാൽക്കുലേറ്റർ കൊടുത്താൽ നിങ്ങൾ 32 റിസോർട്ടുകളാണ് ഞങ്ങൾ ഡിസംബർ 31 പണി തീർക്കുന്നത്, വാടക കൊടുക്കാൻ വേണ്ടി പോകണം. ഇത് ജനുവരി 1 മുതൽ വാടകയ്ക്ക് കൊടുത്തു തുടങ്ങും. അങ്ങനെ ഈ 32 റിസോർട്ടുകൾ 2026 മുഴുവൻ വാടകയ്ക്ക് പോയാൽ 32 × 365 സ്റ്റേ രാത്രികൾ. എത്രയുണ്ട്? 32 × 365 രാത്രികൾ അവിടെ പോകുന്നു. അപ്പൊ എത്രയായി? 11,680 സ്റ്റേ വന്നാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? നേരത്തെ പറഞ്ഞ 4 ലക്ഷത്തിന് മേലെ വാടക കിട്ടുള്ളൂ. അപ്പൊ കമ്പനിയുടെ ടാർഗറ്റ് എന്തായിരിക്കും? 11,680 സ്റ്റേ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിപ്പോ അങ്ങോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? പല അല്ലെ, ഇപ്പൊ ഓസ്ട്രേലിയക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. പിന്നെ എവിടേക്കാണ് കടിച്ചാൽ കൂട്ടത്തിൽ സാധനം? സ്വിറ്റ്സർലാൻഡിലേക്ക് ഇൻവിറ്റേഷൻ, പക്ഷെ പോയിട്ടില്ല. കാരണം എന്താ? ഇപ്പൊ തൽക്കാലം ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് താമസിക്കാണ്. തൽക്കാലം ഈ കൊല്ലം ഈ 32 ആര് താമസിക്കുക? കേരളത്തിൽ നിങ്ങൾ താമസിക്കുക. അപ്പൊ ഞങ്ങൾ ചെയ്തു വെച്ചേക്കണമെന്നറിയാം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരു വൗച്ചർ തരും. ഒരു വൗച്ചർ 11,680 അക്കോമഡേഷൻ പാസ് ഞങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് ഇത് തരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ? അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കിട്ടും? ഇന്ന് നിങ്ങളൊരു വൗച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ അക്കോമഡേഷൻ പാസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കിട്ടും 20,590 രൂപയുടെ ഗിഫ്റ്റ് കൂടി ഇത് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് എപ്പോഴെങ്കിലും അത് വിറ്റ് കാശാക്കുകയും ചെയ്യാം, അവിടെ വന്ന് താമസിക്കുകയും ചെയ്യാം. ഓക്കെ, കമ്പനിക്ക് എന്ത് കിട്ടും? 11,680 ഇൻറ്റു 20,000 രൂപ. അപ്പൊ കമ്പനിയുടെ കയ്യിൽ എത്ര രൂപ വരും? 23,36 രൂപ. ഇത് ജനുവരി മാസത്തിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ വാടക എല്ലാ മാസം അക്കൗണ്ട് തന്നാൽ പോലെ കമ്പനിയുടെ ലാഭം 20%. എത്രയുണ്ട്? 4,65,00,000. ഇപ്പൊ ഞാനെന്താ സംസാരിക്കണം അറിയാം? ഇത് വിൽക്കാനാ. ഇത് വിറ്റാൽ എനിക്കെന്ത് കിട്ടും? 4,65,00,000 എപ്പോൾ കിട്ടും? അടുത്ത മാസം കിട്ടും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്തവർക്കോ 48 ലക്ഷം രൂപ ഗ്യാരണ്ടി. അതെന്ത് ചെയ്യണം? ഇത് വാങ്ങണം. ഓക്കെ, ഇത് വാങ്ങണം. അപ്പോ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പോണത്,
നെക്സ്റ്റ് ഇത്തരത്തിലുള്ള വാടക കിട്ടണമെങ്കിൽ 85 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്ത് ചെയ്യും? അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 ലക്ഷം 2 ലക്ഷം അല്ലെ, പിന്നെ ഇവിടെ ഇത്രയും പേര് 85 പേര് തീരുമാനിച്ചു 1 ലക്ഷം രൂപയുടെ പാർട്ട്ണറാകാൻ. 85 ലക്ഷം മുടക്കിയാൽ എന്താകും നിങ്ങൾ? ഓണർ, മുതലാളി. 85 ലക്ഷം രൂപ കൊടുത്താലോ ഓണർ, 1 ലക്ഷം രൂപ കൊടുത്താലോ പാർട്ട്ണർ അല്ലെ. അപ്പൊ പക്ഷെ എന്താ ഗുണം അറിയോ? ഒരു 85 ലക്ഷം കൊടുത്താലും 1 ലക്ഷം കൊടുത്താലും ഈക്വൽ പവറാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ 85 പേരിൽ 85 പേരെ പേരില് നിങ്ങൾ ആധാർ കാർഡ് മറ്റും വെച്ചുകൊണ്ട് ഫോട്ടോ വെച്ചുകൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് തരും. അപ്പൊ എന്താ ഗുണം? 1 ലക്ഷം രൂപയ്ക്ക് എന്ത് കിട്ടി? ഗ്യാരണ്ടി, ഉറപ്പ് കിട്ടി. കാരണം എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ്? ഭൂമിയിൽ. എക്സാമ്പിൾ, മോളുടെ അലമാരിയില് 10 ലക്ഷം